ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫ്രഷേഴ്സ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ കോമൺലി ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഈ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ ഒരു റീസൺ ആവാം നിങ്ങൾ ഇന്റർവ്യൂ ഫെയിൽ ആവാനുള്ള ഒരു കാരണം. ഓക്കെ, പിന്നെ ഞാൻ ഇതിന്റെ മുന്നേ 2 ഇന്റർവ്യൂ ടിപ്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അതും കണ്ടു നോക്കുക. ഇന്റർവ്യൂവിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പിന്നെ ഇന്റർവ്യൂയുടെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ. എൻ്റെ ചാനലിൽ പോയിട്ട് അതൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്, അവിടെയും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് മിസ്റ്റേക്ക് ലേറ്റ് ലോഗിൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്റർവ്യൂ ഓൺലൈൻ ഇന്റർവ്യൂസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഓൺലൈൻ ഇന്റർവ്യൂസിൽ ലേറ്റ് ലോഗിൻ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇന്റർവ്യൂ ഇപ്പോൾ ഒരു 11 AM ഷെഡ്യൂൾഡ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10:50 തന്നെ ജോയിൻ ചെയ്തിട്ട് റെഡിയായി ഇരിക്കുക കേട്ടോ. നിങ്ങൾ ഇന്റർവ്യൂവിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ തന്നെ ആദ്യം ജോയിൻ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തോളൂ. ഒരു 5-10 മിനിറ്റ്സ്, ചിലപ്പോൾ ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇന്റർവ്യൂവിൽ ചിലപ്പോൾ 5 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടാവും ജോയിൻ ചെയ്യുക. 11 ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവിന് ചിലപ്പോൾ ഇന്റർവ്യൂവിൽ 11:05 ആവും ജോയിൻ ചെയ്യുക കേട്ടോ. പക്ഷെ നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരത്തെ കൂട്ടി ഒരു 5-10 മിനിറ്റ്സ് മുന്നേ ജോയിൻ ചെയ്തിട്ട് റെഡി ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലേറ്റ് ലോഗിൻ ഒരിക്കലും ചെയ്യരുത്. അതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്. പങ്ക്ച്വാലിറ്റി, ആ ഒരു ഇംപ്രഷൻ നിങ്ങൾ ഇന്റർവ്യൂവിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ഇസ് പുവർ ഇന്റർനെറ്റ് ആൻഡ് ടെക്നിക്കൽ ഇഷ്യൂസ്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ കയ്യിലല്ല, അല്ലേ? ഇന്റർനെറ്റ് ഇഷ്യൂസ്, ടെക്നിക്കൽ ഇഷ്യൂസും സഡൻലി എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ തന്നെയല്ല, നമ്മുടെ ഭാഗ്യം പോലെ ആയിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പ്രിക്കോഷൻ പോലെ എടുത്തിട്ട് സേഫായിട്ട് ഇരിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ക്യാമറ വർക്ക് ആവുന്നില്ല. നിങ്ങൾക്ക് അറിയാം, എൻ്റെ കേസ് തന്നെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ക്യാമറ വർക്ക് ആവില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ മൊബൈലിൽ നിന്നും ജോയിൻ ചെയ്യും, ലാപ്ടോപ്പിൽ നിന്നും ജോയിൻ ചെയ്യും. അപ്പോൾ മൊബൈലിൽ ഇവിടെ അങ്ങനെ സൈഡിൽ വയ്ക്കും ഫോർ ക്യാമറ, പിന്നെ സംസാരിക്കാൻ ഞാൻ ലാപ്ടോപ്പാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒന്ന് രണ്ട് ഇന്റർവ്യൂ ഞാൻ അങ്ങനെയാണ് അറ്റൻഡ് ചെയ്തത്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ 2 ഡിവൈസിന് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും അതെന്താ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഓണസ്റ്റ് ആയിട്ട് നമ്മുടെ ആൻസർ പറയും, നമ്മുടെ ലാപ്ടോപ്പിന്റെ ക്യാമറ വർക്കിംഗ് അല്ല, അപ്പോൾ അത് കാരണമാണ് ഞാൻ മൊബൈലിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. ക്യാമറ, വോയിസ്, ഇതൊക്കെ ഒരു ദിവസം മുന്നേ തന്നെ ടെസ്റ്റ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ ഈ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസ്, ക്യാമറ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് വെക്കണം. ഞാൻ ഇതിന് ചെയ്യുന്ന ഒരു മെത്തേഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻവിറ്റേഷൻ വരുമ്പോൾ നമുക്ക് അറിയാലോ ഏത് ആപ്ലിക്കേഷനിൽ നിന്നാണ് ഇന്റർവ്യൂ ഇൻവിറ്റേഷൻ അയക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ടീംസിൽ നിന്നാണ് ഇന്റർവ്യൂ ഇൻവൈറ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മൊബൈലിലും എൻ്റെ മമ്മിയുടെ മൊബൈലിലും ടീംസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് തന്നെ ഒരു ഇന്റർവ്യൂ ലിങ്ക് ജനറേറ്റ് ചെയ്യാം. പേഴ്സണൽ ആയിട്ടുള്ള, പ്രൈവറ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ലിങ്ക് അല്ല, കോൾ ലിങ്ക് കേട്ടോ, വീഡിയോ കോളിൻ്റെ ലിങ്ക്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ജനറേറ്റ് ചെയ്തിട്ട് മമ്മിയുടെ മൊബൈലിലേക്ക് അയച്ചു വെച്ചിട്ട് 2 മൊബൈലിൽ നിന്നും ജോയിൻ ചെയ്തിട്ട് ചെക്ക് ചെയ്യും ക്യാമറ പ്രോപ്പർ ആണോ, വോയിസ് പ്രോപ്പർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ദിവസം മുന്നേ തന്നെ ടെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് ഇസ് നെറ്റ്വർക്ക് ഇഷ്യൂവും നമ്മുടെ കയ്യിലല്ല. ഐ അണ്ടർസ്റ്റാൻഡ്, വൈഫൈ ഒക്കെ പെട്ടെന്ന് പോകാനൊക്കെ സാധ്യത ഉണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന സേഫർ സൈഡിൽ നമുക്ക് ചെയ്യാവുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ മൊബൈലിൽ ഡേറ്റ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഡേറ്റയും ഹോട്ട്സ്പോട്ടും ഓൺ ചെയ്തിട്ട് തന്നെ വെക്കാം. ത്രൂ ഔട്ട് ദി ഇന്റർവ്യൂ ഡേറ്റയും ഹോട്ട്സ്പോട്ടും ഓൺ ചെയ്തിട്ട് തന്നെ വെക്കാം. പിന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്നാണ് നിങ്ങൾ കണക്റ്റഡ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ വൈഫൈയുടെ ഇതിൽ. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ അതിൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ആയിട്ടുള്ള അങ്ങനെ ഒരു ഓപ്ഷനിൽ വെക്കുക. സോ ദാറ്റ് വൈഫൈ പോവുകയാണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹോട്ട്സ്പോട്ടിൽ അത്, മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ടിൽ അത് കണക്ട് ആവും. ഇങ്ങനെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം കൂട്ടി ചെയ്ത് റെഡിയാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇന്റർവ്യൂവറിന് ഡിസ്ട്രാക്ട് ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കറണ്ട് പോയി, അപ്പോൾ നമ്മൾ പാനിക് ആവും. ഇനി നമുക്ക് ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യണം, നെറ്റ് ഓൺ ചെയ്യണം, ഇവിടെ കണക്ട് ചെയ്യണം, അതെല്ലാതും കൂടി നമ്മൾ ആകെ പാനിക്കായി പോകും. പാനിക്കായി പോകുന്നത് മാത്രമല്ല, ഒരുപാട് സമയം വേസ്റ്റ് ആവും. ഇന്റർവ്യൂവറിന്റെ സമയം, നമ്മുടെ സമയം വേസ്റ്റ് ആവും, അല്ലേ? അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ കുറച്ച് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെറിയ ടിപ്സ് ചെയ്ത് റെഡിയാക്കി വെക്കാവുന്നതാണ് കേട്ടോ. ഡ്രസ്സിങ്, തേർഡ് മിസ്റ്റേക്ക് ഡ്രസ്സിംഗ് ആണ്. എസ്പെഷ്യലി ഓൺലൈൻ ഇന്റർവ്യൂസിൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഫോർമൽസും ഒക്കെയാണ് പോവുള്ളൂ. അത് കോമൺ ആണ്, എല്ലാവർക്കും അറിയാം. പല ഓൺലൈൻ ഇന്റർവ്യൂസിലും ആൾക്കാർ വീട്ടിൽ എന്താ ഇടുന്നത് വെച്ചാൽ അത്രയും മുഷിഞ്ഞ് ഒരു ഡ്രസ്സ് ഇടുന്നല്ല ഞാൻ പറയുന്നത്. വീട്ടിലിപ്പോൾ ഒരു ടീഷർട്ട് ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു ടീഷർട്ടിൽ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ഫേസ് ടു ഫേസ് ആണെങ്കിലും ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിലും ഡ്രസ്സിങ് ഫോർമൽ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് അപ്പർ പോർഷൻ, ഐ നോ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അപ്പർ പോർഷൻ മാത്രമാണ് നമ്മൾ വെൽ ഡ്രസ്ഡ് ഉണ്ടാവുള്ളൂ. ലോവർ പോർഷൻ നമ്മൾ എന്തെങ്കിലും വീട്ടിലിടുന്ന ട്രാക്ക് സൂട്ടോ എന്തെങ്കിലും ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് അപ്പർ പോർഷൻ നമ്മൾ വെൽ ഡ്രസ്ഡും പ്രോപ്പറായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒരു ഫോർമൽ വേയിൽ ആയിരിക്കണം. ഓക്കെ, ഡ്രസ്സിങ് മാത്രമല്ല, നമ്മുടെ ഹെയർ സ്റ്റൈല്, നമ്മുടെ ആക്സസറീസ്, കമ്മലൊക്കെ ഇടുമ്പോൾ അതൊക്കെ പ്രോപ്പർ തന്നെ ആയിരിക്കണം. ഫേസ് ടു ഫേസിന് എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ആയി പോകും അതേപോലെ തന്നെ ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിലും
ഡ്രസ്സിങ് ആയിക്കോട്ടെ, മേക്കപ്പ് ആയിക്കോട്ടെ, ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, ഇയറിങ്സ്, നമ്മുടെ ജ്വല്ലറീസ് ആയിക്കോട്ടെ, എല്ലാതും പ്രോപ്പറായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് മിസ്റ്റേക്ക്, ക്യാമറ ഓൺ ചെയ്യും. ക്യാമറ ത്രൂ ഔട്ട് ദി ഇന്റർവ്യൂ ഓൺ ആയിരിക്കണം. നിങ്ങളുടെ ഇന്റർവ്യൂവർ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, പ്ലീസ് ഡു ഓൺ യുവർ ക്യാമറ എന്ന് ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ തന്നെ ഇന്റർവ്യൂയുടെ സ്റ്റാർട്ടിൽ തന്നെ ക്യാമറ ഓൺ ചെയ്യുക. ത്രൂ ഔട്ട് ദി ഇന്റർവ്യൂ ക്യാമറ ഓൺ ചെയ്തിട്ട് തന്നെ വെക്കണം. പിന്നെ ഒരു ടിപ്പ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആദ്യത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഓൺലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഇത് പോസിബിൾ അല്ല, ഐ അണ്ടർസ്റ്റാൻഡ്. എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ നമുക്കൊരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീംസ് ആയിക്കോട്ടെ, ഗൂഗിൾ മീറ്റ് ആയിക്കോട്ടെ, അതിലൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു ഇമേജ് ചൂസ് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അധികം ഫങ്കി ഇമേജ് ഒന്നും ചൂസ് ചെയ്യാതെ നോർമൽ ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഹോം ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടും അങ്ങനെയും യൂസ് ചെയ്യാം. പിന്നെ ക്യാമറ ഒരിക്കലും ഓഫ് ചെയ്യരുത് കേട്ടോ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാമറ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സ് നോക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ ഒരു ബാഡ് ഇംപ്രഷനാണ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പോകരുത്. നിങ്ങൾ ക്യാമറ ഓൺ ആണെങ്കിൽ ക്യാമറ ഓൺ ആയിട്ട് തന്നെ ഇരിക്കണം ത്രൂ ഔട്ട് ദി ഇന്റർവ്യൂ. അൺടിൽ ആൻഡ് അൺലെസ് നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷേ ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞ ടിപ്സൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ പ്രിപ്പയർ ആയിട്ട് ട്രൈ ചെയ്ത് വയ്ക്കാം. പിന്നെ പിന്നെ ഒരു കാര്യം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ തന്നെ നോക്കി സംസാരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങനെ നോക്ക്, അവിടേക്കൊന്നും ഇങ്ങനെ നോക്കരുത്. അപ്പോൾ അവർക്കും അതൊരു ഡൗട്ട് തോന്നും, നമ്മൾ എന്താ അങ്ങനെ നോക്കണേ, എന്തെങ്കിലും നോട്ട്സ് നോക്കിയിട്ടാണോ ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ഡൗട്ട്സ് അവർക്കും തോന്നും. അപ്പോൾ അങ്ങനെയും ചെയ്യരുത്, സ്ക്രീനിൽ തന്നെ നോക്കി കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ നോക്കിയിട്ട് സംസാരിക്കും. നെക്സ്റ്റ് മിസ്റ്റേക്ക് ഇസ് റീഡിങ് ആൻസർ. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സും നമ്മുടെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ഒക്കെ ഉണ്ടാവും അല്ലേ. എനിക്കറിയാം, അത് ജനറൽ ആണ്. നമ്മളെല്ലാവരും ഇന്റർവ്യൂസിന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെതായ നോട്ട്സോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ടാബ്സോ മൊബൈലിലെ നോട്ട്സോ ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും നോക്കി ആൻസർ ചെയ്യാനുള്ള അങ്ങനെയൊന്നും പോകരുത്. കാരണം അത് പിടിക്കപ്പെട്ട അത് മോശമാണ്, നമുക്ക് തന്നെ ഒരു ബാഡ് ഇംപ്രഷനാണ്. പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സേഫർ സൈഡാണ്. പക്ഷെ ബൈ മിസ്റ്റേക്ക് നമ്മുടെ അൺലക്കി ടൈമാണ് അത് പിടിക്കപ്പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഒരുപാട് ബാഡ് ഇംപ്രഷൻ ആണ് കേട്ടോ. അപ്പോൾ അതിലും വരെ നമ്മൾ ഇന്റർവ്യൂ ഫെയിൽ ആയാലും ശരി, ഹോണസ്റ്റ് ആയിട്ടും നല്ല രീതിക്കും ഇന്റർവ്യൂ കൊടുക്കാൻ ട്രൈ ചെയ്യാം. അങ്ങോട്ടും നോക്കിയിട്ട് ഒന്നും അല്ലാണ്ട് ഇന്റർവ്യൂയുടെ മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ട് വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് നോട്ട്സ് നോക്കാനും ടാബ് മാറ്റാനും അതിനൊന്നും ആവശ്യം വരില്ല. നെക്സ്റ്റ് മിസ്റ്റേക്ക്, നെഗറ്റീവ് ആൻസേഴ്സ്. എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും ഒരുപാട് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങളുടെ പ്രീവിയസ് ഓർഗനൈസേഷനെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൻ്റെ പറ്റിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജനറൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിലൊന്നും ഒരു നെഗറ്റീവ് ആൻസർ ആയിട്ട് പറയരുത്. എപ്പോഴും പോസിറ്റീവായിട്ട് ആൻസർ പറയാൻ നോക്കണം. ആരെ പറ്റിയിട്ടും ഒരു നെഗറ്റീവായിട്ട് പറയരുത്. ലൈക്ക് എൻ്റെ ആ പ്രൊഫസർ ഇങ്ങനെയായിരുന്നു അങ്ങനെയൊന്നും പറയാൻ പോകരുത്. എപ്പോഴും പോസിറ്റീവ് സൈഡ് മാത്രം നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ നോക്കണം, നെഗറ്റീവ് സൈഡ് പറയരുത്. പിന്നെ നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് മിസ്റ്റേക്ക്സ്, അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു നമുക്ക് ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ഐ ഡോണ്ട് നോ 1-2 പ്രാവശ്യം പറയുന്ന പോലെയല്ല. ഫ്രീക്വൻ്റ്ലി നമ്മൾ ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ഇംപ്രഷൻ ആയിട്ട് വരും. കാരണം അവർ വിചാരിക്കും നമ്മൾ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. അങ്ങനത്തെ ഇംപ്രഷനാണ് അപ്പോൾ വരിക. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു പോസിറ്റീവ് വേയിൽ അതിനെ ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ എം നോട്ട് ഫുള്ളി അവെയർ ബട്ട് ഐ എം വില്ലിംഗ് ടു ലേൺ. ഇപ്പോൾ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ എം നോട്ട് ഫുള്ളി അവെയർ ബട്ട് ഐ എം വില്ലിംഗ് ടു ലേൺ അബൌട്ട് ദാറ്റ്. അങ്ങനെ എന്തെങ്കിലും പറയാം. പക്ഷേ എല്ലാ ആൻസറിനും അങ്ങനെ ഒരു ഡോണ്ട് നോ പോലെയുള്ള ഒരു ആൻസർ കൊടുക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ, നിങ്ങൾക്ക് അതിൻ്റെ ബേസിക്സ് അറിയുന്നുണ്ടെങ്കിൽ ബേസിക്സ് പറയും. ഇപ്പോൾ ഒരു ടൂളിനെ പറ്റി ചോദിച്ചു, നിങ്ങൾക്ക് ആ ടൂളിൽ വർക്ക് ചെയ്യാൻ അറിയോ, അപ്പോൾ യു ക്യാൻ സേക്ക് ഞാൻ അതിൻ്റെ ബേസിക്സ് പഠിച്ചിട്ടുണ്ട് വയ സർട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ എൻ്റെ കോളേജ് ടൈംസിൽ ഞാൻ അതിൻ്റെ ബേസിക്സ് ലേൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഐ ഹാവ് നോ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വിത്ത് ദാറ്റ് ടൂൾ. അങ്ങനെ എന്തെങ്കിലും പറയാം. നെക്സ്റ്റ് കോമൺ മിസ്റ്റേക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ടി വിയുടെ സൗണ്ട്, നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സൗണ്ട്, പെട്ടെന്ന് ഒരു കോൾ വന്നു ആ സൗണ്ട്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാർ ഒരുപാട് നോയ്സ്, സംസാരിക്കുന്ന നോയ്സ്, അങ്ങനെയുള്ള സൗണ്ടൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കണം. ഇതൊക്കെ ഇന്റർവ്യൂയുടെ മുന്നേ തന്നെ പ്രിപ്പയർ ആവണം. ടി വി കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് പറയുക, കുറച്ച് നേരത്തിന് 30-45 മിനിറ്റ്സ് ആണ് ഒരു ഇന്റർവ്യൂ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അത്ര നേരം കുറച്ച് സൗണ്ട് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും വീട്ടിലുള്ളവരോടൊന്ന് പറയുക, ഒന്ന് സൗണ്ട് ലോ ആക്കി സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് പ്രൈവറ്റ് ആയിട്ട് ഇരുന്ന് ഡോർ ലോക്ക് ചെയ്തിട്ട് കൊടുക്കായിട്ട്. പിന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്ത് വെക്കണം. റിംഗ് ടോൺ സൈലൻസ് ആക്കി വെക്കണം. കാരണം പെട്ടെന്ന് ഒരു കോൾ അടിച്ചാൽ നിങ്ങളും ഡിസ്ട്രാക്ട് ആവും, ഇന്റർവ്യൂവർ ഡിസ്ട്രാക്ട് ആവും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഒരു കോമൺ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, നമ്മൾ ഇന്റർവ്യൂയുടെ എൻഡിൽ എപ്പോഴും താങ്ക് യു പറഞ്ഞിട്ട് വേണം ആ ഒരു ഇന്റർവ്യൂ എൻഡ് ചെയ്യാൻ. വെറുതെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്യരുത്. യു ക്യാൻ സേ താങ്ക് യു ഫോർ യുവർ ടൈം എന്ന് പറഞ്ഞിട്ട് പൊലൈറ്റ് വേയിൽ എൻഡ് ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട്
ഒരു താങ്ക് യു നോട്ടിൽ എൻഡ് ചെയ്യുക ബേസിക്കലി. അപ്പോൾ ഈ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഓൺലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ. കാരണം നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറിയുന്നുണ്ടാവും, പക്ഷേ ഇതിലത്തെ ചില മിസ്റ്റേക്സ് കാരണം നിങ്ങൾ ആ ഇന്റർവ്യൂ ഫെയിൽ ആവാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനൊക്കെ പ്രിപ്പയർ ആവണം. ഒരുപാട് കാര്യങ്ങൾ ആദ്യക്കുട്ടിയെ പ്രിപ്പയർ ആക്കി വെക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ബി വെരി മൈൻഡ്ഫുൾ വൈൽ അറ്റൻഡിങ് ഓൺലൈൻ ഇന്റർവ്യൂസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.